ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിലാകട്ടെ നമ്മുടെ ഹൾക്കിൻ്റെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഹൾക്കും കാര്യങ്ങളൊക്കെ എവിടെന്നോ വരികയാണ്. അപ്പോൾ കാറും കാര്യങ്ങളൊക്കെ ഹൾക്കിൻ്റെ ഉണ്ട്. അപ്പം നേരെ നമുക്ക് എന്തായാലും ഹൾക്കിൻ്റെ കാറും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഞാൻ ഗൈസ്. അപ്പോൾ നമ്മുടെ എയർപോർട്ടിലാണെങ്കിൽ നമ്മുടെ ഹൾക്കിൻ്റെ കാർ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹൾക്കിൻ്റെ കാറിൻ്റെ സെക്യൂരിറ്റി ആരെ വെച്ച് കഴിഞ്ഞാൽ സ്നേക്ക് മോൺസ്റ്ററാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ സ്നേക്ക് മോൺസ്റ്ററിനെയൊക്കെ നമ്മൾ എന്തായാലും എന്തെങ്കിലും പറ്റിച്ചിട്ട് എങ്ങനെയായി കാറിനെ അടിച്ചു മാറ്റാണ് ഗൈസ്. ഓക്കെ, അത് നല്ല കാറാണ് കേട്ടോ, നല്ല ഫീച്ചേഴ്സും ഉണ്ട്, നല്ല വിലയുള്ളൊരു കാറാണ് ഗൈസ്. നമുക്കിത് നല്ല രീതിയിൽ വിൽക്കാനും പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ എയർപോർട്ടിലേക്ക് കത്തിച്ചു വിടാം ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും എയർപോർട്ടിലേക്ക് നേരെ കയറാം. ഓക്കെ ഗൈസ്, എയർപോർട്ടിൽ വന്നപ്പോൾ ഇവിടെ സ്നേക്ക് മോൺസ്റ്ററൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവന്മാരിനെ ഒന്നും നമ്മളിപ്പോൾ ചെയ്യില്ല. ഇതേ സമയം നമ്മൾ ഇവന്മാർ കാർ എടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ അടിച്ച് ചെയ്യാൻ പറ്റും. ആയി സാറേ, എന്താ സുഖമല്ലേ? പോണ്ടേക്ക് അത് എൻ്റെ ഇഷ്ടമാണ്, അത് നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എയർപോർട്ടിലേക്ക് പല കാര്യത്തിലും വരും, അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ സ്നേക്ക് മോൺസ്റ്റർ. എന്താ അറിയില്ലേ, എന്റെ കയ്യിൽ നിൽക്കണം എന്താണെന്ന് അറിയാലോ. വെറുതെ സാറിന്റെ വണ്ടി ഇതൊക്കെ പൊളിയാണ്ടിരിക്കണേ, നെയ്സിലൊന്ന് പോയിക്കേ. അത് എൻ്റെ ഇഷ്ടം, അത് ഞാൻ നോക്കിക്കോളാം, അത് നീ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ കേസ്, ഇനി നമുക്ക് ഉമ്മനെ എങ്ങനെയെങ്കിലും പറ്റിച്ചിട്ട് ഈ കാർ എടുക്കണം. നെയ്സിൽ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്താ എൻ്റെ പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൽ ഇരുന്നിട്ട് റിവേഴ്സിൽ ഉമ്മനെയൊക്കെ അടിച്ചിട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. ഓക്കെ, നേരെ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്താട്ടാ. എന്നിട്ട് നമ്മൾ എയർപ്ലെയിനൊക്കെ നോക്കണ പോലെ ഒന്ന് ജസ്റ്റൊക്കെ ഇങ്ങനെ നോക്കാം. ഉമ്മാർ അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അടുത്ത് വന്നപ്പോഴേ നേരെ നമുക്ക് എന്തായാലും കാറിൽ കയറാം. അതാ ഞാൻ പോകുകയാണ് കേട്ടോ ഗൈസ്. നേരെ നമുക്ക് എന്തായാലും കാർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ റിവേഴ്സ് എടുക്കാം. ഉമ്മാരാണെങ്കിൽ ബാക്കിൽ നല്ല ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ റിവേഴ്സ് എടുത്ത് ഉമ്മാരെയൊക്കെ അടിച്ചിട്ടാ ഗൈസ്. ഓക്കെ, ഒന്ന് ഡെഡായി. ഓക്കെ, മൂന്നിന് ഡെഡാക്കി ഗൈസ്. അപ്പോൾ നമ്മുടെ ഹൾക്കിൻ്റെ കാറ് നമ്മൾ സ്റ്റീൽ ചെയ്തെന്ന് ഉറപ്പാക്കാനൊന്നും പറ്റില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇനി ഇത് ഹൾക്ക് അറിഞ്ഞിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നതിൻ്റെ സീനാണ്. പിന്നെ കാറ് കിട്ടില്ല കേട്ടോ, അത്രേ ഉള്ളൂ. ഓക്കെ, ഹൾക്ക് ഇടിച്ച് നമ്മുടെ തറയിലൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖമൊക്കെ പിന്നെ എയറിലായിരിക്കും. അപ്പം നേരെ നമുക്ക് എന്തായാലും ഇതിനൊരു സേഫായ സ്ഥലത്ത് വെക്കണം. ആദ്യം നമ്മൾ നേരെ തന്നെ എന്തായാലും ബീച്ച് സൈഡിൽ കൊണ്ടുവച്ചിട്ട് സേഫായ സ്ഥലത്ത് എവിടെയും കൊണ്ടുവെക്കണം. അപ്പോൾ ബീച്ച് സൈഡിൽ കൊണ്ടുവച്ചിട്ട് നേരെ ഇന്ന് തന്നെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റണം ഗൈസ്. എൻ്റെ ഒരു ഇതിൽ ജുറാസിക് പാർക്കിൽ കൊണ്ട് ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും തീരുമാനിച്ച് ചെയ്യണം. അങ്ങനെ ഫുള്ളായിട്ടൊന്നും നമ്മൾ ഈ കാർ സ്റ്റീൽ ചെയ്ത് പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൾക്കിൻ്റെ ഇനി വന്നു കഴിഞ്ഞാൽ അടിപൊളി സീനായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഹൾക്കിൻ്റെ കാറും കാര്യങ്ങളൊക്കെ ചെറുതായി ഒന്ന് സ്റ്റീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് ചാനലൊക്കെ ഒന്ന് മെസ്സേജ് സപ്പോർട്ട്